അപ്പോൾ കേരളത്തിലെ SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തൗഫീഖ് സൂചിപ്പിച്ചതാണ്. KPCCയും സുപ്രീം കോടതിയിലേക്ക് തന്നെയാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് ഹർജി നൽകിയത്. SIRനെതിരെ സർക്കാർ നൽകിയ ഹർജിയിൽ കക്ഷി ചേരാനായിരുന്നു നേരത്തെ കോൺഗ്രസിന്റെ തീരുമാനം. എന്നാൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകമായി ഹർജി നൽകാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം. ഇപ്പോൾ സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, നേരത്തെ സർക്കാരിന്റെ ഹർജിയിൽ കക്ഷി ചേരാനുള്ള തീരുമാനമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ഹർജി നൽകാനുള്ള തീരുമാനമെടുത്തതിന് പിന്നിൽ എന്താണ്? ജിൽസി സൂചിപ്പിച്ചതുപോലെ നേരത്തെ സംസ്ഥാന സർക്കാർ SIRനെതിരെ സുപ്രീം കോടതിയിൽ നൽകുന്ന ഹർജിയിൽ കക്ഷി ചേരാനായിരുന്നു KPCCയും തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് KPCC പ്രത്യേകമായി ഹർജി നൽകാനുള്ള തീരുമാനം ഉണ്ടാവുന്നത്. ഇന്നലെ ഇക്കാര്യം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ KPCC ഹർജി നൽകിയിരിക്കുന്നത്. KPCCക്ക് വേണ്ടി KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെയാണ് ഹർജി നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ മനു അഭിഷേക് സിംഗ്വിയാണ് KPCCക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ തൗഫീഖ് സൂചിപ്പിച്ചതുപോലെ ഈ ഹർജികളെല്ലാം ഒരുമിച്ച് പരിഗണിക്കാനാണ് സാധ്യത. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമായതിനാൽ ഈ SIR നടപടികൾ നിർത്തിവെക്കണമെന്ന ഒരു ആവശ്യം കേരളത്തിലെ BJP ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ കക്ഷികളെല്ലാം ഉന്നയിച്ചിരുന്നു. മുസ്ലിം ലീഗും സംസ്ഥാന സർക്കാരും CPMഉം ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. CPMന്റെ ഹർജിയിൽ ഇന്ന് സുപ്രീം കോടതിയിൽ എത്തുമെന്നാണ് സൂചന. എന്തായാലും ഈ ഹർജികളെല്ലാം ഒരുമിച്ച് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി.